ഹലോ ഗായ്സ്, നിങ്ങൾ ഗോവിന്ദൻ ജാമ്യനെ പിടിച്ച കേസ് അറിഞ്ഞിട്ടുണ്ടാവും. കിട്ടി ഗോവിന്ദൻ ജാമ്യയെ പിടിച്ചിരിക്കുന്നു. ഇതാ വീടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദൻ ജാമ്യയെ. ഞാൻ കൃതജ്ഞനായി. ആദ്യത്തിൽ അടുത്തായി സ്കോർ ചെയ്ത ഈ ക്യാമറമാനാണ്. ഈ ഒരു പോലീസിനെ കടത്തി വിട്ടിട്ട് എന്നിട്ട് മതിൽ വരെ ചാടി ക്യാമറ പിടിച്ചു. ക്യാമറ മൂവി ഒരു പക്ഷേ ഗോവിന്ദൻ പിടിച്ചിരിക്കുന്നു. മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഗോവിന്ദൻ ജാമ്യയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ദൃശ്യങ്ങളാണ്. തത്സമയ ദൃശ്യങ്ങളാണ്. ആ വീടിനെ വളർന്നു കഴിഞ്ഞ് ഗോവിന്ദൻ ജാമ്യയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. മതിൽ ചാടി അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി. ഇപ്പോ കിട്ടി അഭിലാഷ്, ഗോവിന്ദച്ചാമി പിടിയിൽ. പറയാൻ വാക്കുകളില്ല. ഇതാണ് മീഡിയയുടെ നല്ല വശം. എന്നാൽ വേറൊരു സൈഡ് കൂടി അടവേ നാട് എടുക്ക് ഞാൻ അവളെ കണ്ട് എന്താണ് ഏറ്റവും കൊടുത്തു കുട്ടി ജനലിന്റെ അടുത്ത് ജനലിലിറന്ന് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ഇതിന് മാത്രം എന്തത്ര വിളിക്കാനുള്ള. അതാണ് തന്തയിലെ മെത്തഡ്. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ഈ കൊണക്ക് എഡിറ്റ് ചെയ്ത് മാസമായിട്ട് ഇറങ്ങണ വേറെ കുറെ മരപ്പാഴകളുണ്ട്. ഇതിന്റെ കമന്റ് ബോക്സിൽ എന്തായിരിക്കും? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ആരുമില്ലല്ലോ. ഫുഡ് പോലും കിട്ടിയ കഴിഞ്ഞിട്ടില്ല, ഒരാളും കൂടി ഉണ്ട്. എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് പരാതിയില്ല, ഒരു സങ്കടമില്ലാതെ ഒന്നും എനിക്കില്ല. നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ തന്തവൈഭവം, പൂക്കി എന്ന് പറഞ്ഞു തുടങ്ങിയാൽ 2K ആവും, പെണ്ണില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ സിഗ്മയാവും. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ കേരളത്തിൽ മീഡിയാസ്, അവർ ആരൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരൊക്കെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് വളർത്തുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ 2 കോടി സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഈ 17. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ ഫുട്ബോൾ പ്ലെയർ ആകണം. ഒരു കാണുന്നതെല്ലാം ഫുട്ബോളിനെ കുറിച്ചാണ്. ഗ്രൂപ്പ്നസ് ഇട്ട് പേരുന്നവർക്ക് ഇന്റർവ്യൂ എടുക്കാൻ വലിയ ഇഷ്ടമാണ് മീഡിയാസിനൊക്കെ. എന്നാൽ കഴിവുള്ളവരെയും അവസരം കിട്ടാത്തവരെയും ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരു പോയി. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ ഓഫ് റോഡ് പ്രാന്തന്മാരെന്ന് കളിയാക്കി വിളിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ്. Mukesh Numaraju. He written history. At the age of 18, become the youngest world chess champion. First classical win for Pragnananda. Vaishali has beaten Ju Wenjun for the first time.